നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, ഞാൻ എവിടെയൊക്കെ നോക്കി മോളെ, എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അതൊന്നുമില്ലമ്മേ, വെറുതെ. മോളെ, ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ കുറിച്ച് മോൾക്കറിയാവുന്നതല്ലേ? സന്തോഷത്തിന്റെ കൂടെ സങ്കടങ്ങളും ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. ദേവീ ദേവന്മാർക്ക് പോലും വിഷമത്തിന്റെ കാലഘട്ടങ്ങൾ വന്നിട്ടില്ലേ? നമ്മളത് മനസാന്നിധ്യം കൊണ്ട് മറികടക്കണമെന്ന് ആ കഥകൾ കൊണ്ടൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്റെ മോളൊറ്റയ്ക്കിരിക്കണ്ട. എന്തെങ്കിലും സങ്കടം തോന്നിയ അമ്മയുടെ അടുത്തേക്ക് പോരണം, കേട്ടല്ലോ? ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം മോളെ. ഇതുവരെ സംഭവിച്ചതൊക്കെ എന്റെ മോളങ്ങ് വിട്ടുകളഞ്ഞേക്ക്. കുഴപ്പമില്ലമ്മേ, അമ്മയുണ്ടല്ലോ എന്നെ ആശ്വസിപ്പിക്കാൻ. വാ വാ. അതെ, ഞാനൊരു പുതിയ കറി വെച്ചു. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി. ഇതുവരെ ഞാൻ ഇവിടെ പരീക്ഷിക്കാത്തതാ. വെറുതെ പറയല്ല കേട്ടോ, നന്നായിട്ടുണ്ട്. ഈ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനും എന്റെ അമ്മായിയമ്മയും തമ്മില് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത് ഈ കറിയ. അതെന്താ കാര്യം? കല്യാണം കഴിഞ്ഞ് ഞാൻ വരുമ്പോ അടുക്കളയില് അമ്മയുടെ ഭരണമായിരുന്നല്ലോ. ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോ ഞാനൊരു കറി വെച്ചു. ഇതേ കറി. രഘുവേട്ടൻ അത് സന്തോഷത്തോടെ കഴിച്ചു എന്ന് മാത്രമല്ല, ഒരുപാടങ്ങ് പുകഴ്ത്തി പറയുകയും ചെയ്തു. എന്നുവെച്ചാ ഇത്രയും രുചിയുള്ള ഭക്ഷണം ഇന്നുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ. അമ്മയ്ക്ക് ദേഷ്യം വരാൻ വേറെ വല്ലതും വേണോ? അന്നത്തോടെ ഈ കറി വെക്കൽ അവസാനിച്ചു. പിന്നെ 1-2 വട്ടമൊക്കെ വെച്ചിട്ടുണ്ട്, രഘുവേട്ടൻ വല്ലാണ്ട് നിർബന്ധിച്ചപ്പോ. ആണുങ്ങള് പാവങ്ങളാ. മനസ്സറിഞ്ഞുണ്ടാക്കുന്ന ഒരു ചെറിയ വിഭവം മതി അവര് നമ്മളെ പുകഴ്ത്താനും നമ്മളെ സ്നേഹിക്കാനും. ജീവൻ ഇന്നുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ്. ഇനി വേണമെങ്കിൽ മോളെ എന്നോടൊന്ന് മത്സരിച്ചു, എന്നിട്ട് എന്റെ മോനെ പൂർണ്ണമായും അങ്ങ് തട്ടിയെടുത്തു. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അമ്മയെക്കൊണ്ട് മാത്രമേ കഴിയൂ. എത്ര നന്നായിട്ടാ അമ്മ ജീവിതം കൈകാര്യം ചെയ്യുന്ന. എനിക്കിതാ അമ്മയുടെ അടുത്തുനിന്ന് പഠിച്ചെടുക്കണ്ടേ. ആ, പറയാൻ മറന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ സാറേയും മനുവിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ആണോ? ആ, എന്ന് ഞാനും സഹായിക്കാം. നമുക്ക് എന്തേലും കൂടി ഉണ്ടാക്കാമേ. ചെയ്യാലോ. അതിനു മുൻപ് എന്റെ കുട്ടിയുടെ മനസ്സ് നേരെയായോ? ഇപ്പൊ ഓക്കെയാണ്. സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.